ഓർമ്മകൾ കുന്നുകയറി തുടങ്ങുകയാണ്. ഒരിക്കലും മായാത്ത ആ കാലത്തിലേക്ക്. പ്രായമെത്ര പെരുകിയാലും കണ്ണിൽ കാഴ്ചയായും മനസ്സിൽ മായാത്ത ഓർമ്മകളായും നിറഞ്ഞു നിൽക്കും നമ്മുടെ ക്യാമ്പസ്. അത് വെറുമൊരു ഗൃഹാതുരതയല്ല, കൗമാരത്തിൻ്റെ കളിച്ചിരികളുടെയും യൗവനാരംഭത്തിൻ്റെ സ്വപ്നങ്ങളുടെയും ബാക്കിപത്രം മാത്രവുമല്ല. പൊക്കുന്നിൽ നിന്ന് ഇരുവശവും പച്ചപ്പു നിറഞ്ഞ ടാർ വഴിയിലൂടെ നടന്ന് നമ്മൾ കൃഷ്ണഗിരി കയറി സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെത്തിയത് ഇപ്പോൾ ഓർമ്മകളുടെ കുന്നിൻപുറങ്ങളിലൂടെ മനസ്സിനെ അഴിച്ചുവിട്ട് മധുര സ്വപ്നങ്ങൾ അയവിറക്കാനായിരുന്നില്ല. അതൊരു നിയോഗമായിരുന്നു, നമ്മുടെ ജീവിതങ്ങളുടെ വഴിതിരിച്ചുവിട്ട സുപ്രധാന നിയോഗം. ഇവിടെ പഠിച്ച വർഷങ്ങളാണ് ഇപ്പോഴത്തെ നമ്മളെ രൂപപ്പെടുത്തിയത്. നമ്മൾ എന്താകണമെന്നും എന്താകരുതെന്നും പഠിപ്പിച്ചത് ഈ ക്യാമ്പസും ഇവിടുത്തെ ഗുരുക്കന്മാരുമാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്ന വഴികളിലെത്താൻ വഴിയൊരുക്കിയത് ഇവിടുത്തെ പഠന വർഷങ്ങളാണ്. ജീവിതത്തിൻ്റെ ഈ ഗൗരവ വഴികൾക്ക് ശേഷം അടുത്ത സ്ഥാനം ഗൃഹാതുരതയ്ക്ക് തന്നെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വർഷങ്ങൾ ചെലവഴിച്ച ക്യാമ്പസ്, നമ്മൾ വട്ടമിട്ടിരുന്ന് കളി പറഞ്ഞ ബോധിച്ചുവട്, ചർച്ചകൾ നടത്തിയ ലൈബ്രറിക്കരികിലെ മരമുത്തച്ഛൻ, ബഹളം കൂട്ടി ഭക്ഷണം കഴിച്ച ക്യാൻറ്റീൻ, വെയിൽ കുറയുമ്പോൾ കോഴിക്കോട് നഗരത്തിൻ്റെ 360 ഡിഗ്രി കാഴ്ച കണ്ട് പച്ചപ്പുൽമണം ഉള്ളിലേക്ക് ആവാഹിച്ച് നിശബ്ദരായിരുന്ന കുന്നിൻ ചെരുവുകൾ, കണ്ണുകളിൽ നക്ഷത്രങ്ങൾ നിറച്ച് നമ്മൾ നോക്കിയിരുന്ന കുന്നിൻപുറത്തെ അപ്പൂപ്പൻ താടി പറക്കലുകൾ, അവളുടെ ഒരു നോട്ടത്തിനായി കണ്ണുനട്ട് കാത്തുനിന്ന നീളൻ വരാന്ത, പുസ്തകമണത്തിൽ മുഖം പൂഴ്ത്തി അക്ഷരങ്ങളെ അറിവായി ആവാഹിച്ച ലൈബ്രറി കോണുകൾ, അറിവും സൗഹൃദങ്ങളും ഒരുപോലെ പങ്കിട്ട ക്ലാസ് മുറികൾ. ഇല്ല, ഓർമ്മകൾക്കൊടുക്കമില്ല. പറഞ്ഞാലും തീരാതെ, ഓർത്താലും നിലയ്ക്കാതെ ക്യാമ്പസ് ഓർമ്മകൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അതെ, നമ്മൾ എല്ലാ കാലത്തും ഈ ക്യാമ്പസിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും നമ്മൾ അനുഭവങ്ങളാലും ഓർമ്മകളാലും വീണ്ടും വീണ്ടും ആ കുന്നുകയറും. ക്യാമ്പസിനോടുള്ള നമ്മുടെ ഇണക്കു കണ്ണികളായി ഇപ്പോഴും പലതുമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ OSA മുതൽ വിവിധ പൂർവ്വ വിദ്യാർത്ഥി ബാച്ച്, ക്ലാസ്, അധ്യാപക കൂട്ടായ്മകൾ വരെ. പലപ്പോഴും നമ്മൾ ഗൃഹാതുരതയുടെ ഓർമ്മച്ചെപ്പുകൾ തുറന്ന് ക്യാമ്പസിലും പുറത്തും ഒത്തുചേരാറുമുണ്ട്. ചിലപ്പോഴൊക്കെ ചില പ്രത്യേക അവസരങ്ങളും അതിന് സാഹചര്യമൊരുക്കുന്നു. ആ അവസരങ്ങളിൽ ചിലത് സന്തോഷദായകമെങ്കിൽ മറ്റു ചിലത് സങ്കടപ്പെടുത്തുന്നതുമാവാം. നമ്മുടെ കോളേജിലെ BSc ബോട്ടണി വിദ്യാർത്ഥിയായിരുന്ന അഭിലാഷിൻ്റെ വിയോഗം. കോളേജിനെയും സുഹൃത്തുക്കളെയും പോലെ തന്നെ മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച അഭിലാഷ്, ജീവിതത്തോട് പടവെട്ടി വീടിനും വീട്ടുകാർക്കും വേണ്ടി ജീവിച്ച് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത അഭിലാഷ്, വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഒടുവിൽ പെറ്റ മണ്ണിൻ്റെ മണം തേടി തിരിച്ചു വന്നു മണ്ണിൽ തന്നെ ജീവിതം കരുപ്പിടിപ്പിച്ച അഭിലാഷ്. ദ ഓൺ എർത്ത് എന്ന കോഴിക്കോട് മേത്തോട്ട് താഴത്തെ ജൈവ പച്ചക്കറി ഷോപ്പ് അഭിലാഷിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം തന്നെയായിരുന്നു. അവിടേക്ക് ജൈവ പച്ചക്കറിയുമായി ഗുണ്ടൽപേട്ടിൽ നിന്ന് മടങ്ങിവരുന്ന യാത്രക്കിടെയാണ് വയനാട്ടിൽ വെച്ച് മരണം അഭിലാഷിനെ നമ്മളിൽ നിന്ന് തട്ടിപ്പറിച്ചത്. അഭിലാഷിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഒത്തുചേർന്നു. പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു അന്ന് കൂട്ടായ്മയ്ക്കായി ഒത്തുചേർന്നവരുടെ എണ്ണം. അതൊരു അനുഭവമായിരുന്നു. ഈ മണ്ണിൽ പഠിച്ചിറങ്ങിയവർ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഒപ്പമുണ്ടാകുമെന്ന തിരിച്ചറിവ്. അഭിലാഷിൻ്റെ ഓർമ്മയുടെ തുടർച്ചയ്ക്കായി എന്തു ചെയ്യാം എന്ന ചർച്ചകളും ആലോചനയും നടന്നു. പിന്നീട് അതൊരു കൂട്ടായ്മയായി മാറുകയായിരുന്നു. അവിടെ നിന്നാണ് ബോധി ചാരിറ്റബിൾ സൊസൈറ്റി, ഒരു ഗുരുവായൂരപ്പൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക കൂട്ടായ്മയുടെ പിറവി. പക്ഷേ പിറവിയോടെ അതിൻ്റെ മാനം മാറി. അഭിലാഷിലും ഓർമ്മകളിലും ഒതുങ്ങാതെ അത് ചിറകുവിടർത്തി. കോളേജിനു വേണ്ടി, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വൻ പ്രസ്ഥാനമായി അത് മാറി. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമായിരിക്കും ബോധി.
കോളേജുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ശ്രമിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും അനധ്യാപകരുമെല്ലാം ഉൾക്കൊള്ളുന്ന ആദ്യ സംരംഭം. ബോധി അതിൻ്റെ തണലിലകൾ വിരിച്ചു തുടങ്ങുകയാണ്. ഈ കൂട്ടായ്മയുടെ തണുപ്പിൽ സ്നേഹത്തളിരുകളായി നമുക്കും പങ്കുചേരാം. ഒരുപാടിലകളുള്ള ഒരു മഹാവൃക്ഷമായി ബോധിയെ വളർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ആദ്യ ചുവടുവയ്ക്കുകയാണ് നമ്മൾ. ഇലകളുടെ കനം കൂടുന്തോറും സൗഹൃദ തണലിൻ്റെ തണുപ്പ് കൂടുമെന്നതുപോലെ ഈ ജീവകാരുണ്യ കൂട്ടായ്മയിലേക്ക് നമുക്കൊപ്പം നടന്നവരെയും മുൻപേ നടന്നവരെയും കണ്ണിച്ചേർക്കാം. അംഗങ്ങളുടെ എണ്ണം കൂടുന്തോറും സൊസൈറ്റി വളരുകയും സഹായം ലഭിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ബോധി ചാരിറ്റബിൾ സൊസൈറ്റിയെ വളർത്തുകയും വലുതാക്കുകയും ചെയ്യുക എന്നത്. നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ് ഈ കൂട്ടായ്മ. സഹായമെന്നത് പല തരത്തിലാകാം. നമ്മുടെയെല്ലാം വിചാരങ്ങൾക്കുമപ്പുറത്തുള്ള ഒരു കൂട്ടായ്മയാവലാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘം. വ്യത്യസ്തങ്ങളായ വിവിധ മേഖലകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു. ചെറുതും വലുതുമായ പലതരം സഹായങ്ങൾ പരസ്പരം ചെയ്യാൻ കഴിയുന്നവർ. ജീവകാരുണ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും കണ്ണിയിൽ എല്ലാവരെയും കൂട്ടിയിണക്കുക കൂടിയാണ് നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം. നമുക്കിടയിൽ പലതരത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ടാകാം. ചിലർക്ക് വേണ്ടത് സാമ്പത്തിക സഹായമാവാം. ഒപ്പമിരുന്ന് കൈത്തണ്ടയിൽ ഒന്ന് മുറുക്കിപ്പിടിച്ചാൽ അലിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളുള്ളവരുമുണ്ടാകാം. മറ്റു ചിലപ്പോൾ നമ്മളിലൊരാളുടെ ഒരു ഫോൺ കോൾ കൊണ്ട് തീർക്കാവുന്നതാകാം. എല്ലാറ്റിനും നമ്മളുണ്ടാകും, നമ്മുടെ കൂട്ടായ്മയുണ്ടാകും. സഹായത്തിന് പ്രഥമ പരിഗണന നമ്മുടെ സൊസൈറ്റി അംഗങ്ങൾക്ക് തന്നെ. അതേസമയം നമ്മൾ അതിലൊതുങ്ങുന്നില്ല. സമൂഹത്തിൻ്റെ ഏതു മേഖലയിലുള്ളവർക്ക് വേണ്ടിയും അർഹതയനുസരിച്ച് ബോധി തണൽ വിരിക്കും. ഈ കൂട്ടായ്മ ഒരു മഹാവൃക്ഷമാകാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യ ചുവടിലേക്ക് വെള്ളവും വെളിച്ചവുമാകാം. നമ്മുടെ കോളേജിനു വേണ്ടി, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അറിവിൻ്റെ വിശാല ലോകം നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും വേണ്ടി, പൂർവ്വ വിദ്യാർത്ഥികളാലും അധ്യാപകരാലും അനധ്യാപകരാലും നടത്തപ്പെടുന്ന ഈ മഹാസംരംഭം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു മനസ്സായി, ഒന്നായി കൈകോർത്ത് നമുക്ക് ഈ ലോകത്ത് തണൽ വിരിക്കാം. ബോധിയുടെ കുളിർത്തണലിൽ നമുക്ക് കൈകോർത്ത് പിടിച്ച് ചേർന്നു നിൽക്കാം. ഈ പുതിയ തുടക്കത്തിന് എല്ലാ ആശംസകളും ആദ്യം തന്നെ പറയട്ടെ. മറ്റുള്ളവരെ സഹായിക്കാതെ നമുക്ക് നമ്മളെ സഹായിക്കാനാവില്ല. മറ്റുള്ളവരുടെ ജീവിതം ധന്യമാക്കാതെ നമ്മുടെ ജീവിതം ധന്യമാവില്ല. ഗുരുവായൂരപ്പൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഒത്തുചേർന്ന് തുടങ്ങിവെച്ച ഈ സംരംഭം ഇതിൻ്റെ പ്രവർത്തനത്തിന് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിലും കോളേജിനെ കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു അധ്യാപിക എന്ന നിലയിലും എൻ്റെ എല്ലാ ആശംസകളും എൻ്റെ സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇനി നിങ്ങളല്ല, നമ്മളാണ്. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒറ്റയായൊന്നുമില്ലൊന്നുമില്ല, ഒന്നു മറ്റൊന്നിൻ തുടർച്ചയല്ലോ. ഒറ്റയ്ക്കു വന്നു പിറക്കുന്നുവെങ്കിലും മർത്യർ നാം എല്ലാവരും ഒന്നാണ്.